കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. എവിടെ പോരാ? അല്ലല്ല എവിടെ പോയി? ഇവിടെ നിൽക്കുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഡിവൈഎഫ്ഐയുടെ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും ഏരൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനുമായ ഷൈൻ ബാബു, നസ്ലിം, ബുഹാരി, അക്ഷയ് ഉൾപ്പെടെ 4 പേരെയാണ് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബൈപ്പാസ് പരിസരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഡിവൈഎഫ്ഐ സംസ്ഥാന, ജില്ലാ, പ്രാദേശിക നേതൃത്വം യാതൊരുവിധ പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായി ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും ആരോപിച്ച CPM, ഡിവൈഎഫ്ഐ, SFI നേതാക്കളും പ്രവർത്തകരും അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിച്ചത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ഇതിനിടയിൽ നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു സംഘം പ്രവർത്തകർ ഗവർണർ കടന്നു പോകുന്നതിനിടെ അഞ്ചൽ ബൈപ്പാസിൽ പ്രതിഷേധിച്ചു. ഗവർണർ കടന്നുപോയതിന് തൊട്ടു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ വിട്ടയക്കാൻ CI നിർദ്ദേശിച്ചു. എന്നാൽ പുറത്തു പോകില്ലെന്ന് ഷൈൻ ബാബു ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തതോടെ സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായി. കസ്റ്റഡിയിലെടുത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ച് പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഇതിനിടെ പുറത്തുനിന്ന പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമവും നടത്തിയെങ്കിലും പോലീസ് തടഞ്ഞു. അപമര്യാദയെ പെരുമാറിയെന്ന പരാതി അന്വേഷിക്കുമെന്നും CI ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്.
അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയും അപമര്യാദയെ പെരുമാറിയെന്നതും ചൂണ്ടിക്കാട്ടി റൂറൽ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഷൈൻ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പോലീസിൽ വിടുന്നതെന്ന് പറയാം? ഒരു കാര്യമില്ല. ഞാനും എൻ്റെ സഹപ്രവർത്തനായ നെസ്ലിമും കൂടി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നെസ്ലിമും ചായ കുടിക്കുമായിരുന്നു, ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ വന്ന് എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട്, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വന്ന് കയ്യിൽ വന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി വണ്ടി കയറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് കരുതൽ തടങ്കലാണ്, കരുതൽ തടങ്കലായി ബന്ധപ്പെട്ടുകൊണ്ട് അകത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് ഗവർണർ ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ ഗവർണർ ഇതുവഴി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാരെ പേടിച്ചാണ് ഗവർണർ പോകുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കാം എന്നെ പിടിച്ചിട്ട് വന്നത്. ഡിവൈഎഫ്ഐക്കാർ നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡിൽ ഇറങ്ങാൻ പേടിയായിരിക്കാം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൊടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡിവൈഎഫ്ഐ കരിങ്കൊടി കാണിക്കും. ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. നാട്ടുവാർത്ത അഞ്ചൽ.